എന്നാൽ ഇശാ ഖലാക്കി കടന്നിറങ്ങിയിട്ട് സുബഹിക്ക് എണീറ്റവന് ആ പാമ്പ് എന്നോട് നിന്നോട് പറയുന്നു ഉമ്മ, ആ പാമ്പ് എന്നോട് നിന്നോട് പറയുന്ന പെങ്ങള് പുതിയതായിട്ട് കല്യാണം കഴിച്ചിട്ട് അതിരാവിലെ എണീറ്റിട്ടുണ്ട്, സുബഹി നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കുളിക്കുമ്പോൾ തലയിൽ ഒഴിക്കുന്ന വെള്ളം താഴോട്ട് വീണുകൊണ്ട് അടിയിൽ കിടക്കുന്ന ഉമ്മ അറിഞ്ഞാൽ, വാപ്പ അറിഞ്ഞാൽ, അനുജനറിഞ്ഞാൽ അവർ എന്താണ് കരുതുക? ഞാനും എന്റെ ഭാര്യയും അതാ സംസർഗം നടത്തിയെന്ന് കരുതുകയില്ലേ എന്ന കേവലമായ ഒരു മടി കൊണ്ട്, ആവശ്യമില്ലാത്തൊരു നാണം കൊണ്ട് പടച്ച തമ്പുരാൻ കാഫിറാകുന്നതിന്റെയും മുസ്ലിമാകുന്നതിന്റെയും ഇടയില് കയ്യിൽ തന്ന തിരിച്ചറിയൽ കാർഡാകുന്ന നിസ്കാരത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് മുകൾ ഭാഗത്ത് വീട്ടിന്റെ ടെറസിലെ ബെഡ്റൂമിൽ സുഖമായി സുബ്ഹി ബാങ്ക് പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോൾ അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് കേൾക്കുമ്പോൾ നുല്ലിപ്പിച്ച് ചിരിച്ചു കളിച്ചുകൊണ്ട് ബെഡിൽ കിടന്നുകൊണ്ട് ആസ്വദിക്കുന്ന ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, താക്കീത് കേട്ടോ. ഷജാഉൽ അക്രി ഭാര്യ ഭർത്താക്കന്മാരെ കൊത്തിയിട്ട് പറയുന്നു, സുബ്ഹി ഖലാക്ക് കടന്നിറങ്ങിയിട്ട് രസിച്ചവനല്ലേ, നിന്നെ സൂര്യൻ ഉദിക്കുന്നത് വരെ കൊത്താൻ അല്ലാഹു എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കല്യാണം വരുമ്പോ നിസ്കരിക്കാത്ത ഉമ്മയില്ലേ, പരീക്ഷ വരുമ്പോ നിസ്കരിക്കാത്ത പെങ്ങളില്ലേ, സ്കൂളിൽ രാവിലെ മുതൽ സന്ധ്യാസമയം വരെ പഠനത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ട് ളുഹ്ർ അസ്ർ നഷ്ടപ്പെട്ടതിൽ ബോധമില്ലാത്ത പെൺകുട്ടികളില്ലേ, ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ കാണികളായി നിന്നുകൊടുത്തതിന്റെ പേരില്, അല്ലെങ്കിൽ സ്ക്രീനിലൂടെ ക്രിക്കറ്റ് കണ്ടതിന്റെ പേരില് ഭക്ഷണം നഷ്ടപ്പെട്ടിട്ടില്ല, പണമുണ്ടാക്കുന്നത് മുടങ്ങിയിട്ടില്ല, പക്ഷെ നിസ്കാരം ഖളാ ആയ ഉമ്മത്തിലെ മെമ്പർമാരില്ലേ, അതേ രാവിലെ കൂലിപ്പണിക്ക് പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുമ്പോ മഗ്രിബിന്റെ ശേഷം മൊത്തം വന്നിട്ട് പള്ളിയിൽ വെച്ച് നാണമില്ലാതെ ഖളാ വീട്ടുന്ന വലിയ ഈമാനാണ് എന്ന് വിചാരിച്ച് നിസ്കാരം ഖളാ വീട്ടല് ഒരു ഫാഷനാക്കിയ തൊഴിലാളികളില്ലേ. ഉസ്താദേ റമളാന, പക്ഷേ ഇശാ നിസ്കരിക്കാൻ പറ്റുന്നില്ല, അതേ സുബ്ഹി നിസ്കരിക്കാൻ പറ്റുന്നില്ല, കാരണം കസ്റ്റമേഴ്സിന്റെ തിരക്കാണ്, കച്ചവടം പൊടിപിടിക്കുന്ന സമയമാണ് എന്ന് പറഞ്ഞിട്ട് പടച്ചവൻ കയ്യിലേൽപ്പിച്ച അമാനത്തിന്റെ കച്ചവടമില്ലേ, ആ കച്ചവടത്തിൽ വമ്പം നട്ടം വന്നുകൊണ്ട് ദുനിയാവിൽ അരച്ചാണ് വാരിന് വേണ്ടി ആപ്പിള് തിന്നാം, മുന്തിരി തിന്നാം, ബിരിയാണി കഴിക്കാൻ വേണ്ടി 5 മിനിറ്റായാൽ കാഷ്ടമായി മൂത്രമായി മാറുന്ന കേവലം ഭക്ഷണങ്ങൾക്ക് വേണ്ടി കച്ചവടം ചെയ്തിട്ട് ആ കച്ചവടത്തിന്റെ വിജയത്തിന്റെ ഊക്കില് അല്ലാഹുവിന്റെ ദീന് തിരിച്ചറിയൽ കാർഡായി കയ്യിൽ തന്ന നിസ്കാരം വലിച്ചെറിഞ്ഞ ബിസിനസ്സുകാരാ, അല്ലാഹുവിന്റെ റസൂല് താക്കീത് തരുന്നത് മറക്കണ്ട. ഞാൻ വീണ്ടും പറയുകയാ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അഭിപ്രായത്തിൽ നിസ്കരിക്കാത്ത അബ്ദുർ റസാഖ് അല്ല, രാമനാണ്, രാമനാണ്. ഇബ്നു അബ്ബാസിന്റെ അഭിപ്രായത്തിൽ നിസ്കരിക്കാത്ത നഫീസയല്ല, ലക്ഷ്മിയാണ്, ലക്ഷ്മിയാണ്. അത് അഹ്മദ് ഇബ്നു ഹംബലിന്റെ അഭിപ്രായത്തിൽ നിസ്കരിക്കാത്ത അബ്ദുൽ ജലീലും സിദ്ദീഖും അബൂബക്കറോ രാമനും കൃഷ്ണനും അതാ പറുങ്കോടനുമാണ്. നിസ്കരിക്കാത്ത നഫീസയും സുലൈഖയോ, നിസ്കരിക്കാത്ത ജമീലയോ, മഹാന്മാരായ പണ്ഡിതന്മാര് പലരുടെയും ഭാഷയില് ലക്ഷ്മിയാണ്, മീനാക്ഷിയാണ്, രാജയാണ്, രാജയാണ്, മറക്കണ്ട. അല്ലാഹു മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ.